ഹായ് ഓൾ. നമ്മൾ ആസിഡിനെ കുറിച്ചും ആൽക്കലീസിനെ കുറിച്ചൊക്കെ ഒരുപാട് പഠിച്ചു അല്ലേ. ഈ പറഞ്ഞ സംഗതികളൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള പോയിന്റ് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതിൻ്റെ ഒരുപാട് റിയാക്ഷൻസും പ്രോപ്പർട്ടീസും മാത്രം പഠിച്ചത് കൊണ്ട് കാര്യമില്ല. എവിടെയാണ് നമ്മൾ അതിൻ്റെ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആസിഡുകൾ അല്ലേ, കുറച്ച് ആസിഡ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ യൂസസും നമുക്കൊന്ന് നോക്കാം. ഒന്ന് വിനെഗർ എവിടെ യൂസ് ചെയ്യുന്നത്? പിക്കിൾസിൽ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പല ഫുഡ് സബ്സ്റ്റൻറ്റുകളെയും കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിനെഗർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ സിട്രിക് ആസിഡ് ഫുഡ് പ്രിസർവേഷന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേടുവരാതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അതേപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ, പെയിൻറ് ഉണ്ടാക്കാൻ, ഡൈസ് ഉണ്ടാക്കാനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് ഇത്. ഓട്ടോമൊബൈൽ ബാറ്ററികളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ടാനിക് ആസിഡ് യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് പ്രൊഡക്ഷൻ ഓഫ് ഇങ്ക് ആൻഡ് ലെതർ, ഇങ്കിൻ്റെയും ലെതറിൻ്റെയൊക്കെ നിർമ്മാണ വേളയിൽ. അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ പറഞ്ഞ ആസിഡുകളുടെ ചില യൂസസ്. ഇത് വളരെ കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഇഷ്ടം പോലെ വേറെ ഉണ്ട് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ആൽക്കലീസ് യൂസ് ചെയ്യുന്ന ചില ഏരിയകൾ നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്, നമ്മുടെ സോപ്പ് തന്നെയാണ്. അതേപോലെ തന്നെ ഡിറ്റർജൻറ്റ് ഉണ്ടാക്കാൻ, സെറാമിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പർപ്പസുകൾക്കും പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ആൽക്കലീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ഏതാ? നമ്മുടെ സോപ്പ് തന്നെയാണ്. ഈ പറഞ്ഞ സോപ്പിനെ കുറിച്ച് ചില പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. ലെറ്റ്സ് മേക്ക് സോപ്പ്. ഓക്കെ, കുളിക്കാറില്ലെങ്കിലും സോപ്പിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. എന്തൊക്കെയാണ് ഒരു സോപ്പ് ഉണ്ടാക്കാനുള്ള ആവശ്യമായ സാധനങ്ങൾ? ഒന്ന്, സോഡിയം ഹൈഡ്രോക്സൈഡ് അഥവാ കോസ്റ്റിക് സോഡ 180 ഗ്രാം വേണം. കോക്കനട്ട് ഓയിൽ 1 kg, വാട്ടർ 350 ml, സോഡിയം സിലിക്കേറ്റ് എന്ന് പറയുന്ന കെമിക്കൽ 100 ഗ്രാം, സ്റ്റോൺ പൗഡർ അല്ലെങ്കിൽ ടോൾക്കം പൗഡർ 100 ഗ്രാം. ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ ആര് റെഡി? നമ്മുടെ സോപ്പ് റെഡിയാക്കാനുള്ള സാധനം. എങ്ങനെ ഉണ്ടാക്കുക? ഈ പറഞ്ഞ കോസ്റ്റിക് സോഡയെ നമ്മൾ വാട്ടറിലേക്ക് എന്ത് ചെയ്യുക? ഡിസോൾവ് ചെയ്യിപ്പിക്കുക ഇൻ എ സ്റ്റീൽ വെസലിലാണ് ആ ഒരു സംഗതി നടത്തേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഹീറ്റ് എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും. കാരണം ഇവർ തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ്റെ റിസൾട്ടായിട്ട് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ടേക്സ് 3 to 4 hours ഫോർ ദ സൊല്യൂഷൻ ടു ഗെറ്റ് കൂൾഡ്. ആ പറഞ്ഞ സൊല്യൂഷൻ കൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 to 4 hours ടൈം ടേക്കൺ ആണ്. വേണ്ട സൊല്യൂഷൻ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോർ ഇറ്റ് സ്ലോലി ഇൻ ടു കോക്കനട്ട് ഓയിൽ. അത് നമ്മൾ കോക്കനട്ട് ഓയിലിലേക്ക് മിക്സ് ചെയ്യിക്കും. ടേക്കൺ ഇൻ എ പ്ലാസ്റ്റിക് ഓർ സ്റ്റീൽ വെസൽ ആൻഡ് സ്റ്റിർ ഇറ്റ്. അത് എന്ത് ചെയ്യും? നന്നായിട്ട് നമ്മൾ സ്റ്റിർ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും സംഗതി നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ദ സ്റ്റോൺ പൗഡർ ആൻഡ് സോഡിയം സിലിക്കേറ്റ് നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇതെന്തിനാ ആഡ് ചെയ്യുന്നത്? ദിസ് ഈസ് ടു ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സോപ്പ്. സോപ്പിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാനും ഹാർഡ്നെസ് കൂട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോൺ പൗഡറും അതേപോലെ തന്നെ സോഡിയം സിലിക്കേറ്റും ആഡ് ചെയ്യുന്നത്. സ്റ്റിർ വെൽ ടിൽ ദ മിക്സ്ചർ സോൾഡിഫൈസ്. അങ്ങനെ അത് സോൾഡിഫൈ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക? അത് നേരത്തെ ഒരു സൊല്യൂഷൻ പോലെയായിരിക്കും. നമ്മൾ അതിനെ ഇളക്കി സ്റ്റിർ ചെയ്ത് അത് സോൾഡിഫൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് വേണ്ടി ചെയ്യാം? പെർഫ്യൂം ആഡ് ചെയ്യാം, ചില ഡൈസ് ആഡ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? ടു ഗെറ്റ് ദ ഫ്രാഗ്രൻസ് ആൻഡ് അട്രാക്റ്റീവ് കളർ. അല്ലെ, കളർ കിട്ടാനും ഫ്രാഗ്രൻസ് കിട്ടാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ സംഗതികൾ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ മോൾഡുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പിന്നെ ഒന്നുകിൽ സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഷേപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മൗൾഡിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ 3-4 days കഴിഞ്ഞാൽ അതെന്തായി മാറും? നന്നായിട്ട് സോൾഡിഫൈ ചെയ്ത് കണ്ട് അത് സോപ്പായിട്ട് മാറും. ദ സോപ്പ് taken from the mold should be used only after 2 weeks. അങ്ങനെ കിട്ടുന്ന ആ സോപ്പ് 2 week കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞ സംഗതി ഇതിപ്പോൾ നമുക്കറിയാം, ഒരുപാട് സോപ്പ് ഉണ്ടാക്കുന്ന ഒരുപാട് കിറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ സോപ്പ് ഈ രൂപത്തിൽ എന്ത് ചെയ്യാം? ഉണ്ടാക്കിയെടുക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ തന്നെ സോപ്പ് ഉണ്ടാക്കിയെടുത്തുള്ള ഗുണങ്ങൾ? ഒന്ന്, കോക്കനട്ട് ഓയിൽ നമുക്കറിയാം ഈ പറഞ്ഞ രൂപത്തിൽ ഏത് ഓയിലാണെങ്കിലും ഹൈലി കോസ്റ്റ് ഉള്ള സംഗതികളാണ്. അപ്പോൾ അവിടെ ഒരു പ്യുവർ ആയിട്ടുള്ള ഓയിലൊന്നും ആവില്ല ആര് യൂസ് ചെയ്യുന്നുണ്ടാവുക?
നമ്മളെ സോപ്പ് കമ്പനികളൊന്നും യൂസ് ചെയ്യുന്നുണ്ടാവുക. അവർ സ്വാഭാവികമായിട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഓയിൽസ് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്നാൽ നമ്മളാകുമ്പോൾ നമുക്കറിയാം പ്യുവർ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ മെത്തേഡിലൂടെ തന്നെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള സോപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇത് നമ്മുടെ സ്കിന്നിനാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്കിന്നിന് യൂസ് ചെയ്യുമ്പോൾ അവിടെ പലർക്കും പല രൂപത്തിലുള്ള അലർജീസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സോപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. എന്നാൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സാധാരണ സോപ്പാണെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. ഓക്കെ, എങ്കിൽ ഈ ചാപ്റ്ററിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട 1-2 ക്വസ്റ്റ്യൻസ് ആണ്. വെൻ എ മാജീഷ്യൻ റബ്ബ്ഡ് വൈറ്റ് പേപ്പർ വിത്ത് എ കർച്ചീഫ് റെഡ് ലെറ്റേഴ്സ് എന്ത് ചെയ്തു, അപ്പിയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു പേപ്പറിൽ മജീഷ്യൻ ഇങ്ങനെ ഒരു കർച്ചീഫ് കൊണ്ട് റബ്ബ് ചെയ്തപ്പോൾ റെഡ് ലെറ്റേഴ്സ് വന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് മൈറ്റ് ഹാവ് ബീൻ യൂസ്ഡ് ബൈ ഹിം? ഏതൊക്കെ മെറ്റീരിയൽ ആയിരിക്കും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടാവുക? ഏതായിരിക്കും? വിനെഗർ, ടർമറിക്, ലൈം വാട്ടർ, ഫിനോഫ്തലീൻ, സോപ്പ്, ഹിബിസ്കസ് ജ്യൂസ്, മീഥൈൽ ഓറഞ്ച്, സൾഫ്യൂരിക് ആസിഡ്. ഇതിൽ ഏതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുക? യെസ്, നമുക്ക് എല്ലാവർക്കും കണ്ടതിന് മനസ്സിലാക്കാൻ പറ്റും ഒന്നാമത്തായിരിക്കും അല്ലേ. കാരണം എന്തേ, ഈ പറഞ്ഞ വിനെഗറും ടർമറിക്കും ആണ് എന്തുണ്ടാവുക, യൂസ് ചെയ്തിട്ടുണ്ടാവുക. എന്തുകൊണ്ട്? ഇത് രണ്ടുമാണ് ഏത് കളർ നൽകുന്നത്? റെഡ് കളർ നൽകുന്നത് അല്ലേ. റെഡ് ലെറ്റേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ, റെഡ് കളർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് രണ്ടും എന്താണ്, വിനെഗർ എന്ന് പറയുന്ന ആ ആസിഡിനെ ടെർമറിക് എന്ന് പറയുന്ന ആ ഇൻഡിക്കേറ്റർ വെച്ചാലാണ് എന്ത് സംഭവിക്കുക, റെഡ് കളറായിട്ട് മാറിയിട്ടുണ്ടാവുക. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ ബട്ടർ മിൽക്ക് സ്പിൽസ് ഓൺ ദ മാർബിൾ ഫ്ലോർ എ സ്റ്റൈൻ അപ്പിയേഴ്സ് ആഫ്റ്റർ സം ടൈം. വൈ? അല്ലേ, ബട്ടർ മിൽക്ക് ഒരു മാർബിളിൽ തട്ടിക്കഴിഞ്ഞാൽ അതിന് അവിടെ സ്റ്റെയിൻ ഉണ്ടാകും. എന്തായിരിക്കും കാരണം? നമുക്കറിയാം ബട്ടർ മിൽക്ക് പറയുന്ന സാധനം എന്താടാ? ബട്ടർ മിൽക്ക് എന്താണ്? ബട്ടർ മിൽക്ക് നമുക്കറിയാം ഒരു ആസിഡാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള മാർബിൾ എന്ന് പറയുന്നത് എന്താടാ? കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ് ആയതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, ഒരു കാർബണേറ്റ് ആയ സബ്സ്റ്റൻ്റ് ആണ്. ഇത് രണ്ടും കൂടി തമ്മിൽ എന്ത് ചെയ്യും, കെമിക്കൽ റിയാക്ഷൻ നടക്കും. അവിടെ സോൾട്ട് ഫോം ചെയ്യും. ആ സോൾട്ട് ആയിരിക്കും ഈ പറഞ്ഞ സ്റ്റെയിൻ ഉണ്ടാകാൻ കാരണമായി തീരുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെയിനിന് കാരണമായി തീരുന്നത് ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തുണ്ടാകുന്ന ആ സോൾട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ആസിഡും ബേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഏതൊരു സബ്സ്റ്റൻസസ് കിട്ടിക്കഴിഞ്ഞാലും ഇത് ആസിഡ് ആണോ, ബേസിക് സ്വഭാവമാണോ, എന്തായിരിക്കും ഇതിൻ്റെ റിയാക്ഷൻസ്, എന്തായിരിക്കും ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്താൻ സാധിക്കണം. കുളിക്കുമ്പോൾ ഇനി ഓർമ്മ വരണം, ഈ രൂപത്തിലൊക്കെയാണ് സോപ്പ് ഉണ്ടായത് എന്ന് വല്ലപ്പോഴും ഒക്കെ കുളിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക. അത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.